നിർബന്ധിത ബാച്ചിലർമാരായാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഗൾഫ് മേഖലയിൽ താമസിക്കുന്നത്. ഒരു ബാച്ചിലർ അക്കോമഡേഷൻ എങ്ങനെയായിരിക്കുമെന്ന് ഏറെക്കുറെ ഒരു ഊഹം നമുക്കെല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ ഊഹങ്ങളെല്ലാം മാറ്റിമറിക്കുന്ന ഒരു അക്കോമഡേഷനെ പറ്റിയാണ് അടുത്ത റിപ്പോർട്ട്. ദുബായ് കരാമയിലെ ഒരു ബാച്ചിലർ അക്കോമഡേഷനാണിത്. 2 മുറികളിലായി ഇവിടെ താമസിക്കുന്നത് 16 യുവാക്കൾ. ഇത്രയധികം പേർ താമസിക്കുന്നു എന്നതല്ല ഇവിടുത്തെ പ്രത്യേകത. ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ചാണ് ഇവിടുത്തെ താമസം. താമസക്കാരിൽ ഓരോരുത്തരും അറിയപ്പെടുന്നത് നമ്പറിലോ ഇംഗ്ലീഷ് അക്ഷരത്തിലോ ആയിരിക്കും. അക്കോമഡേഷനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ നിയമങ്ങൾ ആരംഭിക്കുകയായി. ഷൂ വെക്കാനായി കയറി വരുന്ന സ്ഥലത്ത് തന്നെ പ്രത്യേക അലമാര സ്ഥാപിച്ചിരിക്കുന്നു. ഇത് തുറക്കുമ്പോൾ അലാറം അടിക്കാൻ തുടങ്ങും. അലമാര അടച്ചാൽ മാത്രമേ അലാറം ഓഫ് ആവുകയുള്ളൂ. അക്കോമഡേഷൻ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുപോകുന്നത് കാഞ്ഞങ്ങാട് സ്വദേശിയായ ബഷീറിന്റെ നേതൃത്വത്തിലാണ്. കാര്യങ്ങൾ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം റാക്കിൽ ഷൂ വെക്കുന്നത് മുതൽ ഞങ്ങളുടെ സിസ്റ്റം ഇവിടെ തുടങ്ങാറ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് അലറാൻ മടിയും ക്ലോസ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്താണ് ഷൂ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നത്. അങ്ങനെ ക്ലോസ് ചെയ്തപ്പോഴാണ് ഞങ്ങൾ അതിനൊരു അലറാം വെച്ച് സിസ്റ്റം തുടങ്ങിയത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ഡ്രസ്സ് വെക്കുന്നത് നേരെ കബാർഡിലേക്കാണ്. കബാർഡിൽ അയാൾ വെക്കുന്ന സ്ഥലത്ത് ഒരു നമ്പർ ഉണ്ടാവും. ഇവർ ബെഡ് സ്പേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് നൽകുന്നത് ഞങ്ങളൊരു നമ്പർ കൊടുക്കും. അതായത് അവരുടെ ബെഡിനുള്ള നമ്പർ. പിന്നെ അത് അയാൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. അലക്കാനുള്ള വസ്ത്രങ്ങൾ ഉറങ്ങുന്ന മുറിയിൽ വെക്കാൻ പാടില്ല. അതിനായി പ്രത്യേക സ്ഥലമുണ്ട്. തോർത്തുമുണ്ട് വെക്കാൻ വരെ ഓരോരുത്തർക്കും പ്രത്യേക സ്ഥലം നൽകിയിരിക്കുന്നു. വസ്ത്രങ്ങൾ അലക്കുന്നതിന് ഓരോരുത്തർക്കും ദിവസങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തി ചുമരിൽ തൂങ്ങുന്നു. എല്ലാവരും ഒരേ ദിവസം തന്നെ അലക്കാൻ തുടങ്ങി. ഒന്നെങ്കിലും വെള്ളിയാഴ്ച അല്ല വ്യാഴാഴ്ച, ഇങ്ങനെ ഒരു ദിവസം തന്നെ അലക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാതായി. അങ്ങനെ ഞങ്ങൾ 3 പേർക്ക് ഒരു ദിവസം 3 പേർക്ക് വെച്ച് അലക്കാനുള്ള സിസ്റ്റം ഉണ്ടായി കൊടുത്തു. അതനുസരിച്ച് എല്ലാവരും ഫോളോ ചെയ്തുകൊണ്ട് പോകാം. അത് മാത്രമല്ല, ഒരാൾ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരാൾ 3 ദിവസം അല്ല 4 ദിവസം കഴിഞ്ഞിട്ടാണ് പുറത്തുനിന്ന് എടുക്കേണ്ടി. അപ്പോൾ ഞങ്ങളുടെ ഇവിടെയുള്ള 16 ആളുകൾ ചോദിക്കേണ്ടി വരും, ഇതാരുടെ ഡ്രസ്സാണ്, ഇതാരുടെ ഡ്രസ്സാണ്, ഇതാരുടെ ഡ്രസ്സാണ്. ഇതത് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ദിവസത്തെ ആരാണ് ചാർട്ട് അവരുടെ ഡ്രസ്സ് എടുക്കാൻ പറയാൻ പറ്റും. അവർ ഓൾറെഡി എടുത്തോളും. ബ്രഷും ചീപ്പും പേസ്റ്റും അടക്കമുള്ളവ വയ്ക്കാൻ ഒരു അലമാരയും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമ്പർ അനുസരിച്ച് ഓരോരുത്തർക്കും ഇതിൽ പ്രത്യേക സ്ഥലവും അലോട്ട് ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ അടുക്കും ചിട്ടയും ഉണ്ടാവാൻ ഈ നിയമങ്ങൾ സഹായിക്കുന്നുണ്ടെന്ന് താമസക്കാരനായ മെസ്മിൻ പറയുന്നു. ഭയങ്കര അടുക്കും ചിട്ടയാണ്. പിന്നെ എന്താ പറയാ, നമ്മള് ഓഫീസിൽ പോകുമ്പോൾ നമുക്കൊരു ഉള്ളിലൊരു ഭയം ഉണ്ടാവല്ലോ, കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട്. അതുമാതിരി ഇപ്പൊ വീട്ടിൽ വന്നാലും നമ്മുടെ ഉള്ളിൽ ഇതുണ്ടാവും. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അയ്യോ ഓർത്തുമുണ്ട് അവിടെ കിടക്കണം. അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ആ ചിന്തയുണ്ടാവും. നമ്മൾ വീട്ടിലല്ല, നമ്മൾ വേറെ സ്ഥലത്താണ്. അതൊക്കെ അങ്ങനെ കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളത്. മുറിയിൽ ഒരു നോട്ടീസ് ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിൽ അറിയിക്കാനാണിത്. ഒപ്പം ഓരോ മാസത്തെയും ഓരോരുത്തരുടെയും ബിൽ, ഭക്ഷണം, വാടക എന്നിങ്ങനെ ഇനങ്ങൾ തരംതിരിച്ച് മാസാവസാനം ഇതിൽ ഇടുകയും ചെയ്യും. ഈ അക്കോമഡേഷനിലെ വിശേഷങ്ങൾ തീരുന്നില്ല. ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു ചെറിയ ബൾബും ഓണാകും. ആരും ഇസ്തിരിപ്പെട്ടി ഓൺ ചെയ്തിട്ടുകൊണ്ട് പോകാതിരിക്കാനാണ് ഈ സംവിധാനം. ഡൈനിങ് ടേബിളിൽ ഒരു കോമൺ ഫുഡ് ബൗൾ ഉണ്ട്. ഇതിൽ ആർക്കും ഭക്ഷണം നിക്ഷേപിക്കാം. ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്ന് ഭക്ഷണം എടുത്ത് കഴിക്കുകയും ചെയ്യാം. മലയാളികൾ മാത്രമല്ല, മറ്റ് ഭാഷക്കാരും ഇവിടെ താമസിക്കുന്നുണ്ട്. Actually, the timings and the mess and the people over here, all the guys over here, they're not disturbing anybody.
they are very friendly. That is why. And otherwise, all things are okay. You get washroom, you get your room over here, and even the television is there. We enjoy watching football match also. Myself and Mr. Bashir, only two of us are very much interested in all matches, like, you know. Otherwise, everybody is sleeping. They do not come to watch football matches, which is going on, you know. So it is like friendly relation, and respectfully, they are very comfortable with me. വൃത്തിക്ക് തങ്ങൾ ഏറെ മുൻതൂക്കം നൽകുന്നുണ്ടെന്ന് താമസക്കാർ പറയുന്നു. ആരെങ്കിലും വസ്ത്രങ്ങളോ മറ്റോ അലക്ഷ്യമായിട്ടാൽ അതിന്മേൽ ഒരു സ്റ്റിക്കർ പതിഞ്ഞിരിക്കുമെന്ന് ഉറപ്പ്. ഒരാളുടെ ഡ്രസ്സ് ഇവിടെ മറന്നുപോയി, അല്ല അവർ നനഞ്ഞ തോർത്ത് ഇവിടെ മറന്നുപോയി, അവരോട് പറയും ആദ്യം ഇങ്ങനെ മറക്കാൻ പാടില്ല, അത് അവിടെ നിന്നൊരു സ്ഥലത്ത് വേണം. അഥവാ ഇട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം അതിനകത്തൊരു സ്റ്റിക്കർ നിർബന്ധമായി പോകുന്നതായിരിക്കും. ഇത് 16 ആൾ കാണുന്ന സമയത്ത് അവർക്കൊരു പ്രശ്നം വരും. അപ്പം പിന്നെ അവർ അത് ചെയ്യാൻ നോക്കിയില്ല. പിന്നെ കാണുന്നവർ ബാക്കിയുള്ളവരും അതെങ്ങനെ കീപ്പ് ചെയ്യും. സുഖകരമാണ് ഇവിടുത്തെ താമസമെന്ന് മുംബൈ സ്വദേശിയായ വാജിദ് പറയുന്നു. ദുബായിൽ താൻ ഉള്ളിടത്തോളം കാലം ഇവിടെ തന്നെയായിരിക്കും താമസിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. I visited a lot of homes, but like this home, could not find any better place to stay. The cleanliness, discipline, and the cooperation from the management, and everything is a systematic. I don't feel like I am staying out of my. I feel like I am staying in my home with my family member. That is it. I am here, and I will stay here as long as I am in Dubai. ഒരാൾ അക്കോമഡേഷനിലേക്ക് ആദ്യമായി വരുമ്പോൾ തന്നെ ഇവിടുത്തെ നിയമത്തെക്കുറിച്ച് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കാറുണ്ടെന്ന് ബഷീർ പറയുന്നു. ഞങ്ങൾ ബുക്കിൽ അവരെ അഡ്രസ്സ്, അവരുടെ വീട്ട് അഡ്രസ്സ്, അവരെ കോൺടാക്ട് ചെയ്യേണ്ട പേഴ്സണ്, ഇത് ഞങ്ങൾ ആദ്യം എഴുതി വാങ്ങിക്കും. ആ സമയത്തിന് അവരോട് പറയും, ഇവിടുത്തെ റൂളാണ്, അത് ഒരാളായിട്ട് തെറ്റിക്കാൻ പാടില്ല, നിങ്ങളത് ചെയ്തേ പറ്റുള്ളൂ. ഇവിടുത്തെ താമസക്കാരെല്ലാം സന്തോഷത്തിലാണ്. ചെറിയ ചില കരുതലുകളിലൂടെ എങ്ങനെ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഈ യുവാക്കൾ കാണിച്ചു തരുന്നു.